ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളക്കടല കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 200 ഗ്രാം കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഒരു കുക്കറിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് അവിടെ നിന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രേവി റെഡിയാക്കാം. ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ ഗ്രേവിയാണ് ഈ വെള്ളക്കടല കറിയെ കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായുമ്പോൾ അതിനകത്തേക്ക് കടുക് ചെയ്ത് പൊട്ടിയതിന് ശേഷം 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈൻ പേസ്റ്റാക്കിയ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ചേർത്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളക്കടല വേവിച്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളവന്ന് കുറുകി വരണം. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ എടുക്കാറാകുമ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വരും. അപ്പോൾ നമ്മുടെ അടിപൊളി വെള്ളക്കടല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതിരിക്കും. താങ്ക് യു. ബൈ ബൈ.